ഇന്നിപ്പോൾ ഈ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ ഇതാ സൽമാൻ ഖുർഷിദും RSSനെ വാഴ്ത്തപ്പെടുകയാണ്. ആയിരത്തി 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ 17 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി നരസിംഹറാവു മൗനം പാലിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ള വിവരം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ധരിക്കുന്നത്. അതേ മൗനവും വിധേയത്വവുമാണ് കോൺഗ്രസ് ഇന്നും തുടരുന്നത്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ദേശീയ തലത്തിൽ വാഴ്ത്തപ്പെടലാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസ് BJP സഖ്യത്തിന്റെ പ്രായോഗിക പരീക്ഷണമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം. കണക്കുകൾ കള്ളം പറയില്ല. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നൂലുവള്ളി വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് വെറും 44. കൊരേച്ചാൽ വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 58. മുരിക്കുന്നുങ്കൽ വാർഡിൽ UDF ജയിച്ചപ്പോൾ BJP വാങ്ങിയത് വെറും 68 വോട്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വല്ല എന്നുള്ളതാണ്. പച്ചയായ വോട്ട് കച്ചവടമാണ് നടത്തുന്നത്. LDFനെ തോൽപ്പിക്കാൻ ആരുമായും വോട്ട് പങ്കിടുവാൻ കോൺഗ്രസിന് മടിയില്ല. എന്നിട്ടും 10 സീറ്റ് നേടി LDF തന്നെ അവിടെ വലിയ ഒറ്റ കക്ഷിയായി എന്നത് ഈ വർഗീയ കൂട്ടുകെട്ടിന് ഏറ്റ തിരിച്ചടിയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പ്രവർത്തനം മന്ദീഭവിക്കുവാൻ DCC നേതൃത്വത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൃശൂരിൽ BJP ജയിച്ചതും വോട്ട് വിഹിതം കൂടിയതും കോൺഗ്രസിന്റെ ഈ അടപടലം വോട്ട് മറിക്കൽ കൊണ്ടാണ്. എന്നിട്ടും BJPയുമായി അധികാരം പങ്കിടുന്ന അംഗങ്ങളെ പുറത്താക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് അവരുടെ മുദ്രാവാക്യം. 35 MLAമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കുമെന്ന് BJP പറയുന്നത് ഈ കോൺഗ്രസുകാരെ വിലക്കെടുക്കാമെന്ന ധൈര്യം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് VK പ്രശാന്ത് MLAയുടെ ആഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആവശ്യപ്പെടുമ്പോൾ അതിനെ കുടപിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ K മുരളീധരനും ശബരിനാഥുമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഏജന്റാണെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് RSS കോൺഗ്രസ് അജണ്ടയാണ്. അത് മുരളീധരനെ പോലുള്ളവർ ഏറ്റെടുക്കുന്നത് ലജ്ജാകരമാണ്. യഥാർത്ഥത്തിൽ BJPയുടെ ഏജന്റായും അല്ലെങ്കിൽ അവരുടെ ഒരു ചവിട്ടുപടിയായും നിൽക്കുന്ന ആരാ? മുരളീധരന്റെ കുടുംബം തന്നെയാണ്. പിണറായി വിജയന്റെ വിജയൻ സഹാബിന്റെ വീട്ടിൽ നിന്നുള്ള ആരും അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടില്ല. അപ്പം മുരളീധരന്റെ കുടുംബത്തിൽ ആരാണെന്ന് പറയണല്ലോ BJPയിൽ പോയിട്ട്. ഇപ്പം എന്തായാലും അനിയനും ചേട്ടനും ഒക്കെ അല്ലേ, ഒരു ബന്ധം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള പാലം പണിയുന്നത് മുരളീധരന്റെ കുടുംബമാണ്. അത് മറച്ചുവെക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അതിൽ വലിച്ചഴിക്കുന്നത് ഖേദകരമാണ്. പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPI യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി. PMC ഒപ്പിട്ടത് വിനയായി എന്നൊക്കെ വാർത്ത കൊടുത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളവരെ നമുക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനെയും നടപ്പിലാക്കും. അത് കേന്ദ്രം ഭരിക്കുന്ന BJP തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടാണ്. അതുപോലെ തന്നെ NEP നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുള്ള നിലപാട് അങ്ങനെ തന്നെയാണ് നിലപാട്. അത് ഈ പാഠപുസ്തകം അക്കാഡമിക്കായിട്ടുള്ള കാര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാഡമിക്കായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചുള്ള സമീപനമുണ്ട്.
കേന്ദ്ര ഗവൺമെന്റ് NEP നടപ്പിലാക്കണമെന്നും ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകത്തിൽ അവർ പറയുന്ന പാഠഭാഗങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് നിരവധി പ്രാവശ്യമാണ് ഇവിടെ SCERT ഡയറക്ടർ കത്ത് വന്നിട്ടുള്ളത്. SCERT ഡയറക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞങ്ങളത് നിഷേധിക്കപ്പെട്ടിട്ട് കേരളത്തിൻ്റെതായ പാഠപുസ്തകമാണ് ഇതിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പത്രങ്ങളിൽ നിന്ന് കണ്ടു മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവും എതിരായിട്ടുണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ ചെറിയൊരു പുറകോട്ടടിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥലത്തും വിലയിരുത്തിയിട്ട് പോലുമില്ല. സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന നിലയിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ള നിലപാടൊക്കെ തന്നെ ജനങ്ങളെയും ഗവൺമെന്റിനെയും ക്യാബിനറ്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ്. അത് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾക്കും അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കിട്ടിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്താകെ നമ്മൾ ഓരോ സ്ഥലത്തെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ റിവ്യൂ നടത്തി. ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. അത് ആരുടെയെങ്കിലും പ്രത്യേക കുറവുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള നിലയിലുള്ള പ്രചരണം ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചരണമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും ഇതിലിപ്പം ഒരു പത്രത്തിൽ കാണുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ജനവികാരമുണ്ട്. ഒരു പത്രത്തിൽ എന്താണ് ആൾക്കാർ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇതാരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞതാണോ അതേ നിങ്ങളുടെ ആരുടെ ഭാവനയിൽ തെരഞ്ഞെടുത്താണെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF BJP സഖ്യത്തിന് വളം വച്ചു കൊടുക്കാൻ വാർത്ത ചമയ്ക്കുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തമായി പറയുകയാണ്, വർഗീയതയുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസിന്റെ വഞ്ചനയും അതിനെ കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസ് BJP ജനവിരുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ പോരാടും. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ തലസ്ഥാന നഗരിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം BJPക്കാർ കൌൺസിൽ യോഗം നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സമ്മതിച്ചിരുന്നില്ല. എല്ലാ ദിവസവും സംഘർഷമായിരുന്നു. ഞങ്ങൾ ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ന്യായമായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കും. പക്ഷേ കൌൺസിലിനെ നടത്തിക്കൊണ്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി 2 മാസത്തിന് ഇവിടെ വരുമെന്ന് പറഞ്ഞു തലസ്ഥാന നഗരത്തിലെ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി. ഞങ്ങൾക്കും ചില കാര്യങ്ങൾ കോർപ്പറേഷനോടും പറയാനുണ്ട്, പ്രധാനമന്ത്രിയിലും പറയാനുണ്ട്. ആദ്യം അദ്ദേഹം നമുക്ക് ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോയി ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും തെരുവ് നായ്ക്കളെ മുഴുവൻ തന്നെ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒഴിവാക്കി തരുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള കത്താണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആദ്യമായി പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്കൂൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന BJPക്കാർ ഒരുപാട് സമരം ചെയ്ത ഒരു വിഷയമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ രംഗത്തെ വിദഗ്ധന്മാരെ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഒരു കമ്മിറ്റി എന്തെങ്കിലും എടുത്ത ശേഷം ഈ വിഷയം എങ്ങനെ നമുക്ക് അദ്ദേഹം വന്ന് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്താം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാരൊന്ന് പറഞ്ഞു, ഈ പ്രധാനമന്ത്രി വന്ന് ഈ തലസ്ഥാന നഗരത്തെ ഇത് എത്രയോ വർഷമാകുമ്പോൾ എന്തോ ഒരു കാര്യം ഞാൻ പത്രത്തിൽ കണ്ട് 2031 എല്ലാവരും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ആദ്യം മാറ്റേണ്ടത്
പിന്നെ ഈ തെരുവ് നായ്ക്കളെയാണ്. അതിന് മുൻകൈ എടുക്കണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തണം എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുവാൻ ഉള്ളത്.